5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശശി തരൂർ ഗവർണറാകുന്നു. ശശി തരൂർ ഒരു പോയിന്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ രക്തം മുറിച്ചു നോക്കൂ, നിങ്ങൾ എൻ്റെ ശരീരം ഒന്ന് മുറിച്ചു നോക്കൂ, ഓരോ തുള്ളി ചോരയിലും 1000 തവണ നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാം. നിങ്ങൾ എൻ്റെ ശ്വാസം എടുത്തു നോക്കൂ, കോൺഗ്രസിനെ കാണാം. എൻ്റെ യൂറിൻ, എൻ്റെ ബ്ലഡ്, എൻ്റെ സ്റ്റൂ, ഏത് പാർട്ടി എടുത്ത്, കഫം, നിങ്ങൾക്ക് എന്ത് വേണം എടുത്ത് പരിശോധിക്കാം, അതിലൊരു കോൺഗ്രസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് വിചാരിച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വല്ലതും വിളിച്ചു തന്നാൽ ഞാൻ കഴിക്കും, അത് ഞാൻ വാങ്ങിക്കും. നമ്മളെ വീട്ടിൽ താമസിക്കുന്നു വെച്ചാൽ അപ്പുറത്തുനിന്ന് പായസം തന്നാൽ ഞാൻ വാങ്ങിക്കും, ഐസ്ക്രീം തന്നാൽ ഞാൻ കുടിക്കും, ചിക്കൻ ബിരിയാണി തന്നാൽ ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കും. ഇതാണ്. അതിൽ നിങ്ങളാരും ബേജാറാവേണ്ട കാര്യമില്ല. ഭാഗ്യവശാൽ ശശി തരൂരിനൊരു ഗുണമുണ്ട് കേട്ടോ. ശശി തരൂർ ഇതിന് പറ്റിയ കുറച്ച് ആളുകളെയും കൂടി ഇതിനകത്ത് ടോപ്പ് നേതാക്കളെയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരും പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് അപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ എന്ത്, ശരീരം ഇവിടെയും മനം അപ്പുറത്തുമായാൽ എന്താ. അപ്പൊ എന്തായാലും ശശി തരൂരിന് ഒരു ഗോൾ അടിക്കാൻ പോവുകയാണ്. ഗവർണർ പദവിയിലേക്ക് ശശി തരൂർ പോകുന്നു എന്നുള്ളതാണ് അവസാനമായി കിട്ടുന്ന വാക്ക്. ഒരു ഐക്യരാഷ്ട്രസഭയിൽ അതിന്റെ സെക്രട്ടറി ജനറലൊക്കെ ആവണം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. ട്രംപ് അണ്ണൻ കണ്ണൂരിട്ടും, അതുകൊണ്ട് അത് പ്രയാസമാണ്. അപ്പോൾ ഗവർണർ ആക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഗവർണർമാരുടെ പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ RSSകാരെയും സംഘികളെയൊക്കെയാണ് ഗവർണർ ആക്കുന്നു. പിന്നെ മൈനോറിറ്റിയിലുള്ള ആളുകളെയും മുസ്ലിംസിനെയും പട്ടികജാതി പട്ടികവർഗക്കാരെയൊക്കെ പിടിച്ച് ഇമേജിന് വേണ്ടി BJPയും സംഘികളും കൂടി ഗവർണർ ആക്കുന്ന ഒരു പരാതിയുണ്ട്. അപ്പം നല്ല ഒരു പാലക്കാടൻ നായരെ തന്നെ പിടിച്ച് നമുക്ക് നല്ല പൊക്കവും തടിയും വിദ്യാഭ്യാസവും പുസ്തകം എഴുത്തുകാരനും കലാകാരനും ആളുകൾ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നല്ല ഒരു 1.5 നല്ല ബോഡിയൊക്കെ ഉള്ള നല്ലൊരു നായരെ തന്നെ നമുക്ക് ഗവർണറാക്കാം. അപ്പോൾ ഗവർണറാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായിട്ടും അത് ശശി തരൂർ ഏറ്റുവാങ്ങോ എന്നുള്ളതിനകത്ത് യാതൊരു തർക്കമില്ല. കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. ആരിഫ് ഖാൻ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, എന്നിട്ടില്ല BJP കൊടുത്ത ഗവർണർ സ്ഥാനം വാങ്ങിച്ചത് മുഹമ്മദ് ആരിഫ് ഖാൻ. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹം ഗവർണറായി കാണുന്നത് നമുക്ക് കാണാം. അങ്ങനെ കേരളത്തിൽ വന്ന് ഇനി ആര് മുഖ്യമന്ത്രി ആയാലും, UDF നാളെ മുഖ്യമന്ത്രി ആയാലും നമ്മളെ ശശി അണ്ണൻ ഗവർണറുടെ വണ്ടിയിൽ ഇവിടെ ഒന്ന് കറങ്ങും. അപ്പോൾ UDFന്റെ മന്ത്രിസഭയായാലും LDF മന്ത്രിസഭയായാലും നമ്മുടെ ചീഫ് സെക്രട്ടറി പ്രോട്ടോകോൾ അനുസരിച്ച് വണ്ടിയും വിട്ടുകൊടുക്കും, നമ്മുടെ പോലീസിനെ വിട്ടുകൊടുക്കും, നമ്മളെ ആളുകൾ സല്യൂട്ട് അടിക്കുകയും ചെയ്യും. അങ്ങനെ പുതിയ ഒരു ഗവർണർ റെഡിയാവുന്നു, ഡോക്ടർ ശശി തരൂർ.